ഇന്നത്തെ വീഡിയോ കൊളസ്ട്രോൾ മരുന്നുകളെ പറ്റിയാണ്. ആദ്യം തന്നെ കൊളസ്ട്രോൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും കാണപ്പെടുന്ന മെഴുക അല്ലെങ്കിൽ കൊഴുപ്പ് പോലത്തെ ഒരു വസ്തുവാണ് കൊളസ്ട്രോൾ. നമ്മുടെ ശരീരത്തിലെ കരളാണ് കൊളസ്ട്രോൾ നിർമ്മിക്കുന്നത്. എന്നാൽ നമ്മുടെ ശരീരം ശരിയായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൊളസ്ട്രോൾ നമുക്ക് ആവശ്യം തന്നെയാണ്. നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുമ്പോൾ അത് നമ്മുടെ ധമനികളുടെ ഭിത്തിയിൽ പറ്റി പിടിച്ചിരിക്കുകയും അതുമൂലം ധമനികളുടെ പ്രവർത്തനം ഇടുങ്ങിയതും തടസ്സമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ കാരണത്താൽ പെരിഫറൽ ആർട്ടറി പോലുള്ള ഡിസീസുകളും കൊറോണറി ആർട്ടറി പോലുള്ള രോഗങ്ങളും മറ്റ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ഇത് കാരണമായി തീരുന്നു. കൊളസ്ട്രോൾ നമ്മുടെ രക്തത്തിലെ ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീനിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ലിപ്പോപ്രോട്ടീനുകൾ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ LDL അഥവാ മോശമായ കൊളസ്ട്രോൾ എന്ന് പറയും. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ HDL അതായത് നല്ല കൊളസ്ട്രോളുകൾ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ബ്ലഡിലെ ഉയർന്ന LDLന്റെ കാരണത്താലാണ് ധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നതിൻ്റെ പ്രധാന കാരണം. എന്നാൽ HDL എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോളുകൾ നമ്മുടെ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളിലുള്ള കൊളസ്ട്രോളുകളെല്ലാം തിരിച്ച് കരളിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് മുഖാന്തരം കരൾ ആ കൊളസ്ട്രോളിനെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഉയർന്ന കൊളസ്ട്രോളിൻ്റെ അളവുള്ളവർ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നതിലൂടെ നിരന്തരമായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നതിലൂടെ കൊളസ്ട്രോളിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ പരിധിവരെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും. എന്നാൽ വ്യായാമം ചെയ്യുന്നതിലൂടെയും കൊളസ്ട്രോൾ കൃത്യമായ അളവിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നും കൂടി നിങ്ങൾ കഴിക്കേണ്ടതായി വരും. മരുന്ന് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ തുടരുക തന്നെ വേണം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഡോക്ടർ കൊളസ്ട്രോൾ മരുന്ന് ഒരു രോഗിക്ക് നിർദ്ദേശിക്കുന്നത്? ഹൃദയാഘാതമോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരുവാനുള്ള സാധ്യത ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ 40-നും 70-നും വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഇത് വരുവാനുള്ള സാധ്യത കൂടുതലാണ്. പെരിഫറൽ ആർട്ടറി അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി പോലുള്ള രോഗികൾക്കും LDL മോശമായ കൊളസ്ട്രോളിൻ്റെ അളവ് രക്തത്തിൽ 190 mg കൂടുതലാണെങ്കിൽ അവരുടെ കൊളസ്ട്രോൾ ലെവലിൻ്റെ അളവിനനുസരിച്ചും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ടോ അവരുടെ പ്രായത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കും ഡോക്ടർ മരുന്നുകൾ നിർദ്ദേശിക്കുന്നത്. കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ധാരാളം മരുന്നുകളുണ്ട്. എന്നാൽ ആദ്യത്തെ ഉയർന്ന കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ പേരാണ് സ്റ്റാറ്റിനുകൾ എന്ന് പറയുന്നത്. സ്റ്റാറ്റിൻ മരുന്നുകൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്? സ്റ്റാറ്റിൻ മരുന്നുകൾ നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവും മറ്റു കൊഴുപ്പുകളുടെ അളവ് നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ നീക്കം ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ശരീരത്തിലെ LDL മോശമായ കൊളസ്ട്രോളുകൾ കുറച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിലെ HDL നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. രക്തത്തിലെ മറ്റൊരു കൊഴുപ്പായിട്ടുള്ള ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവുകൾ കുറയ്ക്കുവാനും സഹായിക്കുന്നുണ്ട്. ഒപ്പം കരൾ നിർമ്മിക്കുന്ന കൊളസ്ട്രോളുകളെയും സ്റ്റാറ്റിനുകൾ തടഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. മൊത്തത്തിൽ സ്റ്റാറ്റിനുകൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവുകൾ നിയന്ത്രിച്ചുകൊണ്ടും ഹൃദയാഘാതം, പക്ഷാഘാതം, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തടഞ്ഞുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. സ്റ്റാറ്റിൻ കാറ്റഗറിയിൽ വരുന്ന മരുന്നുകളുടെ പേരുകൾ റോസുവാസ്റ്റാറ്റിൻ, അറ്റോർവാസ്റ്റാറ്റിൻ, സിംവാസ്റ്റാറ്റിൻ, പ്രാവാസ്റ്റാറ്റിൻ, ഫ്ലൂവോസ്റ്റാറ്റിൻ. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിപണിയാകുന്നത് അറ്റോർവാസ്റ്റാറ്റിൻ, റോസുവാസ്റ്റാറ്റിൻ പോലുള്ള മരുന്നുകളാണ്. സിംവാസ്റ്റാറ്റിനും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഡോക്ടർ നിർദ്ദേശിച്ച സമയങ്ങളിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കേണ്ടതാണ്. ശരീരത്തിൻ്റെ എക്സസൈസ് ദിവസവും നൽകുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. നിങ്ങളുടെ കൊളസ്ട്രോൾ നിയന്ത്രിതമാണോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇടയ്ക്കൊക്കെയും നിങ്ങൾ കൊളസ്ട്രോളിൻ്റെ അളവ് ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.